ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा. श्री रूप श्री सनातन भट्ट रघुनाथ श्री जीव गोपाल भट्ट दास रघुनाथ के. राधा पदाब्जामृतमत्त भृंगम श्री राधिका कुंड महंतवर्यम. रूप स्वरूपानुग गौर भक्तम वंदे सदा श्री रघुनाथ दासम. हरे कृष्ण. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ശ്രീ ചൈതന്യ ചരിതാമൃതം എല്ലാ ആഴ്ചയിലും ചർച്ച ചെയ്തു വരുന്നു. മഹാസൗഭാഗ്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും. ശ്രീല പ്രഭുപാജിയുടെ മഹാകാരുണ്യം കൊണ്ടാണ് നമുക്കിങ്ങനൊരു അവസരം ലഭിക്കുന്നത്. അദ്ദേഹത്തോട് നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും
ഓരോ നിമിഷവും കടപ്പെട്ടിരിക്കുന്നു. ശീല പ്രഭുപാദിൻ്റെ മഹാകാരുണ്യമില്ലെങ്കിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഉണ്ടാവില്ലായിരുന്നു. ഹരേകൃഷ്ണ പ്രസ്ഥാനമില്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ശ്രീ ചൈതന്യ ചരിതാമൃതം ചർച്ച ചെയ്യില്ലായിരുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ഗൗഡീയ വൈഷ്ണവരുടെ തിലകമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അതിന് ഒരു സംശയവുമില്ല. ബംഗാളി ഭാഷയിൽ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ഒരു മഹാഗ്രന്ഥം എഴുതി. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സംസ്കൃത ശ്ലോകങ്ങളും മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള റെഫറൻസും എല്ലാം ഉള്ളതുകൊണ്ട് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഭാഗവതം, പത്മപുരാണം, ഭഗവത്ഗീത, അതേപോലെ മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും മറ്റുള്ള ഉപനിഷത്തുകളിൽ നിന്നും ഒരുപാട് ശാസ്ത്രങ്ങളിൽ നിന്നുള്ള റെഫറൻസ് എല്ലാം ഉണ്ട്. എന്നാലും ആ ചൈതന്യ ചരിതാമൃതത്തിൻ്റെ മൂല ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുവാനും അർത്ഥം മനസ്സിലാക്കുവാനും അത് ശരിക്കും ആസ്വദിക്കാനും നമുക്ക് ശ്രീല പ്രഭുപാദിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. ശ്രീല പ്രഭുപാദ് ഇല്ലെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും? ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും? അദ്വൈതാചാര്യ ശ്രീ ഗദാധർ പണ്ഡിറ്റ് ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയുന്നുണ്ടാവും? ശ്രീ രൂപ ഗോസ്വാമി, ശില സനാതൻ ഗോസ്വാമി, ശില രഘുനാഥ് ദാസ് ഗോസ്വാമി, ശില രഘുനാഥ് ഭട്ട് ഗോസ്വാമി, ശില ഗോപാല ഭട്ട ഗോസ്വാമി, ശില ജീവ ഗോസ്വാമി, ഇവരെക്കുറിച്ച് ആർക്കറിയുന്നുണ്ടാവും? എല്ലാം ശ്രീല പ്രഭുപാദിൻ്റെ മഹാകാരുണ്യം. ശ്രീല പ്രഭുപാദ്ജി അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട ശിഷ്യർക്ക് ഇത് പകർന്നു കൊടുത്തു. അങ്ങനെ ആ ഇപ്പോഴത്തെ ഗുരുജനങ്ങളുടെ മഹാകാരുണ്യവും ശ്രീല പ്രഭുപാദിനെ മഹാകാരുണ്യവും എല്ലാം ചേർന്ന് നമുക്ക് അതിൻ്റെ ആ മഹാസൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയം വേറെന്തെങ്കിലും ചെയ്ത് പാഴാക്കിയേനെ. അപ്പോൾ ഇന്ന് നമ്മൾ റെഗുലർ ചൈതന്യ ചരിതാമൃതം പഠനം ആദിലീല 4-ാമത്തെ അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ് ഒരു ശ്ലോകം കഴിഞ്ഞ് അടുത്ത ശ്ലോകം, അങ്ങനെ നമ്മൾ സീക്വൻസിൽ പോകുന്നു. ഇന്ന് അതിനൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ പ്രിയ പാർഷദനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെയും ശ്രീമതി രാധാറാണിയും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയും അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഗൗഡീയ വൈഷ്ണവർ പാനിഹട്ടി ചീടാദഹി ഉത്സവം, മഹോത്സവം ആഘോഷിച്ചു വരുന്നു. ഇന്നത്തെ തിഥിയിലാണ് ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നു ചീടാദഹി. അപ്പോൾ ചീടാദഹി ഉത്സവം, അതിൻ്റെ പുറകിലുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ്. അതേപോലെ തന്നെ ശ്രീ നിത്യാനന്ദ പ്രഭുവും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സമയം ഈ ഒരു ലീലയിലേക്കും അതേപോലെ തന്നെ ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ജീവചരിത്രത്തിലേക്കും നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. പലതവണയായിട്ട് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. പക്ഷേ വളരെ 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 മധുരമാണ്. വളരെ വളരെ നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെ ജീവചരിത്രം നമ്മൾ നോക്കുവാണെങ്കിൽ, അതേപോലെ തന്നെ ഭഗവാന്റെ ലീലകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത്, ഭഗവാന്റെ ഭക്തരെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ അവരുടെ കാരുണ്യത്തെ നമുക്ക് നേടുവാനുള്ള സഹായിക്കുന്നു. അതായത് നമ്മൾ ഭക്തരെ കൂടുതൽ പ്രകീർത്തിക്കുമ്പോൾ, ഭക്തരെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആചാര്യന്മാരുടെ ആവിർഭാവ തിരോഭാവ തിഥി, അതേപോലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. അപ്പോൾ ഈ ഉത്സവം, ഇന്ന് പാനിഹട്ടി ഉത്സവം, അതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശ്രീ ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ ഗൗഡിയ പരമ്പരയിൽ, ഗൗഡിയ വൈഷ്ണവരുടെ പരമ്പരയിൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭക്തി, പരമ ശുദ്ധ ഭക്തനായിരുന്നു ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി. ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി അദ്ദേഹം ബംഗാളിൽ കൃഷ്ണപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഗോവർദ്ധൻ മസൂന്ദാർ. അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ ഹിരണ്യ മസൂന്ദാർ. വലിയ ഒരു ധനിക കുടുംബത്തിലാണ് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി ജനിച്ചത്. ധനികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, നമ്മളെപ്പോഴും പറയില്ലേ, വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് ജനിച്ച വ്യക്തി. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിലെ നോക്കുവാണെങ്കിൽ അംബാനി അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പ്, അവരൊക്കെ ഒരുപാട് ആ ഫാമിലി ലീനിയേജിൽ തന്നെ ഒരുപാട് പൈസയോട് കൂടിയിട്ട് ജനിച്ചിട്ടുള്ളവരാണ്, അല്ലേ, വന്നിട്ടുള്ളവരാണ്. അന്നത്തെ കാലത്തെ എന്താ പറയുക, ഇവരെക്കാൾ ധനികനായിരുന്നു ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയുടെ അച്ഛനും വല്യച്ഛനും ഒക്കെ. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, അവരുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ. ഒരു മാസത്തെയാണ് പറയുന്നത്. ഒരു മാസത്തെ സ്വർണ്ണ നാണയമാണ്. സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കോടി രൂപയായി ഇന്നത്തെ ഒരു മാസത്തെ വരുമാനത്തെ കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് കായസ്ഥ കുടുംബത്തിലാണ്. ജമീന്ദാർ ആയിരുന്നു ഹിരണ്യ മസൂന്ദാറും അതേപോലെ ഗോവർദ്ധൻ മസൂന്ദാറും. അവരുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഗവൺമെൻറ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന രാജാവിന് ടാക്സ് എല്ലാം പിരിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെയാണ് അത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവർ ടാക്സ് എല്ലാം പിരിച്ച് രാജാവിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം അവർക്ക് അവരുടെ വരുമാനമായിട്ട് കൊടുക്കുന്നു. 60% ടാക്സ് പിരിച്ചു കൊടുക്കുമ്പോൾ 40% അവർക്ക്, അല്ലെങ്കിൽ പിരിക്കുന്ന ടാക്സിൽ നിന്ന് 60% അവർക്ക് അവർ രാജാവിനെ ഏൽപ്പിക്കുന്നു, ബാക്കി 40 അവരുടെ വരുമാനമാവുന്നു. അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ഒരുപാട് പൈസ. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ഇന്ദ്രനെ പോലെ, കുബേരനെ പോലെ പൈസ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി അങ്ങനെയൊരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ, എന്നാൽ ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ അച്ഛനും വല്യച്ഛനും അമ്മയും ഒക്കെ ഭക്തരായിരുന്നു. ഗോവർദ്ധൻ മസൂന്ദാർ, ഹിരണ്യ മസൂന്ദാർ അവരൊക്കെ ഭക്തരായിരുന്നു. അവർ എപ്പോഴും, ഇത്രയും പൈസ അവർക്ക് ഉണ്ടായിരുന്നാലും അവർ എപ്പോഴും വൈഷ്ണവ സേവ ചെയ്യുമായിരുന്നു. അവർ വൈഷ്ണവർക്കും ഭക്തർക്കും വേണ്ടി ഒരുപാട് പൈസ ദാനം കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ അവർ പലപ്പോഴും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലേക്ക് വലിയ വലിയ വൈഷ്ണവരെയെല്ലാം വിളിച്ച് അവർക്ക് സേവനം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുമായിരുന്നു ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയുടെ കുടുംബം. അന്ന് രഘുനാഥ് വളരെ ചെറിയ കുട്ടിയാണ്, ചെറിയ 5 വയസ്സിനും താഴെയുള്ള കുട്ടി. അപ്പോൾ അവരുടെ കുടുംബത്തിലെ കുടുംബഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീല യദുനന്ദൻ ആചാര്യ. ശ്രീല യദുനന്ദൻ ആചാര്യയുടെ അദ്ദേഹമായിരുന്നു ഇവരുടെ കുടുംബത്തിലെ ശ്രീ ഗുരു അദ്ദേഹമായിരുന്നു. ദീക്ഷാഗുരു. അതേപോലെ തന്നെ ശ്രീല ബലറാം ആചാര്യ, അതായത് യദുനന്ദൻ ആചാര്യയുടെ ഗുരു. അപ്പം ഇവർ രണ്ടുപേരും ഹിരണ്യ മസൂന്ദാർ, ഗോവർദ്ധൻ മസൂന്ദാറിൻ്റെ കുടുംബമായിട്ട് ഒരുപാട് അടുപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബലറാം ആചാര്യയും അതേപോലെ തന്നെ യദുനന്ദൻ ആചാര്യയും വളരെ അടുത്ത ശ്രീ അദ്വൈതാചാര്യരുടെ വളരെ അടുത്ത ഭക്തരായിരുന്നു, ശിഷ്യരായിരുന്നു. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്വൈതാചാര്യ, യദുനന്ദനാചാര്യ, പിന്നെ ആ ഒരു അനുഗ്രഹമാണ് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയുടെ കുടുംബത്തിന് കിട്ടിയിരുന്നത്. അപ്പോൾ ഇവർ വൈഷ്ണവരെ വിളിച്ച് ഹരിനാമത്തെക്കുറിച്ചും ഭാഗവത സപ്താഹങ്ങളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ
കുട്ടിക്കാലം മുതലേ രഘുനാഥന് ഒരുപാട് താല്പര്യമായിരുന്നു ഭഗവാന്റെ കാര്യങ്ങളിൽ. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യം കുറവായിരുന്നു ചെറുപ്പം മുതലേ, ഇത്രയും പൈസയുള്ളൊരു വീട്ടിൽ ജനിച്ചിട്ടും. ചെറുപ്പകാലത്ത് ഇദ്ദേഹം യദുനന്ദൻ ആചാര്യയുടെ കൂടെ എങ്ങനെ ഭക്തരുടെ കൂടെ ഗുരുവിൻ്റെ കൂടെ എങ്ങനെ പോവും, പല സ്ഥലങ്ങളിലേക്കും പോവും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ആ സമയത്ത് നമ്മുടെ ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനു മുമ്പായിട്ട് മഹാപ്രഭുവിനെ കാണുന്നേക്കാൾ മുമ്പ് ശില രഘുനാഥദാസ് ഗോസ്വാമി ആയിട്ടില്ല, രഘുനാഥ് അന്ന് ഇദ്ദേഹത്തെ കാണുന്നു, നമ്മുടെ ശില ഹരിദാസ് ഠാക്കൂറിനെ കാണുന്നു. ശില ഹരിദാസ് ഠാക്കൂർ ആ സമയത്ത് അദ്ദേഹം ബംഗാളിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്, മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴത്തെ ബംഗാളിലേക്ക് വന്നു, ഇന്ത്യയിലുള്ള ബംഗാളിലേക്ക് വരുന്നു, അദ്വൈതാചാര്യയുടെ സ്ഥലത്തേക്ക് വരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ബേനാപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഭഗവാന്റെ നാമം ജപിക്കുന്ന 300, നമുക്കറിയാം 3 ലക്ഷം ഹരിനാമമാണ്, ഹരികൃഷ്ണ മഹാമന്ത്രമാണ് അദ്ദേഹം ജപിക്കാറുള്ളത്. അതായത് 192 റൗണ്ടുകൾ ഓരോ ദിവസവും. അങ്ങനെ ബേനാപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഭജൻ കുട്ടീരുണ്ടാക്കി അവിടെ കാട്ടിൽ ഭജിക്കുമായിരുന്നു. പിന്നെ അവിടെ നടന്നിട്ടുള്ള ലീലയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അവിടെ രാമചന്ദ്ര ഖാൻ എന്ന് പറയുന്ന ഒരു ജമീന്ദാറിന് ഇദ്ദേഹം ഫേമസ് ആവുന്നത് കണ്ടിട്ട് അസൂയ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു വേശ്യാസ്ത്രീയെ വിടുന്നു, അല്ലേ? അങ്ങനെ ശ്രീ ഹരിദാസ് ഠാക്കൂറിനെ അദ്ദേഹത്തിൻ്റെ ഭജനിൽ നിന്ന് താഴോട്ട് വലിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ എന്തു സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. ശ്രീ ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം ഈ വരുന്ന വേശ്യാസ്ത്രീ ലക്ഷഹീര എന്ന് പറയുന്ന ആ സ്ത്രീയെ അദ്ദേഹം ശിഷ്യയാക്കി മാറ്റി ആ ദീക്ഷ കൊടുക്കുന്നു. ആ സ്ത്രീ, ആ ഭക്ത അതിനുശേഷം എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ ധനവും ഉപേക്ഷിച്ച് ശില ഹരിദാസ് ഠാക്കൂറിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിക്കുന്നു. അതിനുശേഷം ദീക്ഷ കൊടുത്തതിന് ശേഷം ശില ഹരിദാസ് ഠാക്കൂർ അവിടെ ആ ഭജൻ കുടീർ വിട്ടുപോകുന്നു. പിന്നീട് ഈ അമ്മയാണ് അവിടെ ആ ഭജൻ കുടിയിൽ ഇരിക്കുന്നതും. അതുമാത്രമല്ല, ഈ അമ്മ, ഈ ഭക്ത 3 ലക്ഷം നാമം ജപിക്കുമായിരുന്നു. ഗുരു എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതേപോലെ തന്നെ ഒരുപാട് ആ നാട്ടിലെ എല്ലാവരും ഇവരെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ പണ്ട് അവരങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവരും മറന്നു. ഒരു ഭക്തൻ്റെ അല്ലെങ്കിലും നമ്മൾ പാസ്റ്റ് നോക്കേണ്ട കാര്യമില്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അവർ ആ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ശരണം പ്രാപിക്കുന്നു, പിന്നീട് ഒരു തിരിഞ്ഞു പോക്കില്ലാത്ത അങ്ങനെ ആരാണ് ശരണം പ്രാപിക്കുന്നത്? അവരെ നമുക്ക് അവരുടെ പഴയ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ശ്രീ ഗുരു പറയുന്നത് കേട്ട് ശ്രീ ഗുരുവിൻ്റെ പാദങ്ങളിൽ ജീവിതം സമർപ്പിക്കുന്ന ആ ശുദ്ധ ഭക്തർ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. എന്നാൽ രാമചന്ദ്രകാനന്ദ സംഭവിച്ചു? വൈഷ്ണവ അപരാധം ചെയ്തു. വൈഷ്ണവ അപരാധം മഹാ അപരാധം. വൈഷ്ണവനെ കുറ്റപ്പെടുത്താൻ നോക്കുക, വൈഷ്ണവരെ ക്രിട്ടിസൈസ് ചെയ്യുക, ഇതൊക്കെ വലിയ വലിയ തെറ്റാണ്. പേരും പ്രശസ്തിയും ഒരുപക്ഷെ കിട്ടുമായിരിക്കും, ഒരുപാട് ശിഷ്യരെയും നമുക്ക് ഒരുപക്ഷെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല, ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. ഈ കയ്യടിയും ഈ പറയുന്ന ഫാൻസ് ഫോളോവേഴ്സും ഒക്കെ വെറും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊക്കെ പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാനെ അത് പ്രീതിപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ സേവനം എന്നുണ്ടെങ്കിൽ ശരി, ശ്രീ ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ശരി. ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളത് നശിച്ചു പോകുന്നത് പോലെ, നമ്മുടെ ധനവും പേരും പ്രശസ്തിയും നശിച്ചു പോകുന്ന പോലെ ഈ പറയുന്ന ശിഷ്യരും, അല്ലെങ്കിൽ ശിഷ്യരെന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നവർ അവർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്നാണോ ഇവർ തിരിച്ചറിയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവർക്കും നല്ല ഗതി തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരുമല്ല ആരെയും കുറിച്ച് പറയാൻ.
ഭഗവാന്റെ കണ്ണുകൾ എപ്പോഴും അവരുടെ മുമ്പിലുണ്ടാവും. നമ്മൾ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ഭാവത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വളരെ ആത്മാർത്ഥപരമായിട്ട് ശ്രീ ഗുരു പറയുന്നത് കേട്ട് ശ്രീ ഭഗവാന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഒരു വൈഷ്ണവരെയും വേദനിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. വൈഷ്ണവ അപരാധം ചെയ്യുമ്പോൾ മഹാപ്രഭുവിൻ്റെ കാരുണ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഇതൊക്കെ ശ്രദ്ധിക്കണം. രാമചന്ദ്രഖാന് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ, ഹരിദാസ് ഠാക്കൂറിന് കൂടുതൽ ഫേമസ് ആയി തുടങ്ങിയപ്പോൾ, കാര്യം അദ്ദേഹം ആ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫെയിം കുറഞ്ഞു എന്ന് തോന്നുവാണ് ശീല ഹരിദാസ് ഠാക്കൂർ വന്നപ്പോൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസൂയ തോന്നിയതും അദ്ദേഹത്തെ അടിച്ച് അമർത്താൻ നോക്കിയതും. പക്ഷെ എന്ത് സംഭവിച്ചു? നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ തകർച്ച നമ്മൾ കാണും. എനിവേ, നമ്മൾ ആ കഥയിലേക്ക് പോകുന്നില്ല. ആ ശീല ഹരിദാസ് ഠാക്കൂർ ബേനാപോളിൽ കുറേ കാലം ഉണ്ടായിരുന്നു. നാമം ജപിച്ച് അതിനുശേഷം ശീല അദ്വൈതാചാര്യരുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് ശാന്തിപൂറിനടുത്ത് അദ്വൈതാചാര്യ പറയുന്നു, നീ കുറച്ചു കാലം ഇവിടെ നിൽക്കൂ, എൻ്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞു. വീട്ടിൽ താമസിക്കാൻ പറയുമ്പോൾ ശീല ഹരിദാസ് ഠാക്കൂർ കേൾക്കില്ല. അപ്പോൾ ശീല ഹരിദാസ് ഠാക്കൂറിന് വേണ്ടിയിട്ട് നല്ലൊരു ഭജൻ കുടീരം ഉണ്ടാക്കി കൊടുക്കുന്നു ശാന്തിപൂറിനടുത്ത്. അവിടെ ഇരുന്ന് ശീല ഹരിദാസ് ഠാക്കൂർ 3 ലക്ഷം നാമം ജപിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കെ ശ്രീ അദ്വൈതാചാര്യ ആ സമയത്തെല്ലാം വൈഷ്ണവരെല്ലാം വിളിച്ച് ഭഗവാനെക്കുറിച്ചുള്ള സപ്താഹങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം നടക്കുന്ന ദിവസം ശ്രീ അദ്വൈതാചാര്യ ഒരുപാട് വൈഷ്ണവരെ വിളിച്ചു. കൂട്ടത്തിൽ നമ്മുടെ ശീല ഹരിദാസ് ഠാക്കൂറിനെയും വിളിച്ചു. എന്നിട്ട് ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ള പ്രസാദം ആദ്യം അദ്ദേഹം കൊടുക്കുന്നത് ശീല ഹരിദാസ് ഠാക്കൂറിനാണ്. അതിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, ആ സഭയിൽ വെച്ച് ഏറ്റവും വരിഷ്ഠനായിട്ടുള്ള ഭക്തനായിരിക്കണം ആദ്യം നമ്മൾ വിളമ്പേണ്ടത്. ശീല ഹരിദാസ് ഠാക്കൂർ ശീല അദ്വൈതാചാര്യ നോക്കുമ്പോൾ ഒരുപാട് വൈഷ്ണവരുണ്ട്. നമ്മുടെ രഘുനാഥദാസ് ഗോസ്വാമിയുടെ യദുനന്ദൻ ആചാര്യ, ബലറാമാചാര്യ എല്ലാവരും ഉള്ള ഒരു സഭയിൽ അങ്ങനെ ഇദ്ദേഹത്തിന് ശീല ഹരിദാസ് ഠാക്കൂറിന് കൊടുക്കുന്നു. അപ്പോൾ അദ്വൈതാചാര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഭക്തരുണ്ടായിരുന്നു. എന്നാൽ അതിൽ കുറച്ച് പേർക്ക് ഇത് ഇഷ്ടമായില്ല. ഇദ്ദേഹം വേറെ സമുദായത്തിൽ ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ പക്ഷേ അതിനുശേഷം ആ പ്രശ്നം ഉണ്ടാക്കിയവർക്ക് വൈഷ്ണവ അപരാധം ചെയ്തു, ഹരിദാസ് ഠാക്കൂറിനെ മോശമായി പറഞ്ഞു. അവർക്ക് പിന്നീട് അസുഖങ്ങളൊക്കെ വന്ന് അവരും തകർന്നു പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മളതിലേക്ക് പോകുന്നില്ല. ആ സമയത്ത് ശീല ഹരിദാസ് ഠാക്കൂർ ശാന്തിപൂറിലുള്ള സമയത്ത് യദുനന്ദൻ ആചാര്യയും ബലറാം ആചാര്യയുടെയും കൂടെ ഒരിക്കൽ കുട്ടി രഘുനാഥ് അവിടെ വരുന്നു. അങ്ങനെ ശീല ഹരിദാസ് ഠാക്കൂറിനെ കാണുന്നു. ശീല ഹരിദാസ് ഠാക്കൂറിൻ്റെ കൂടെ കുറച്ച് ദിവസങ്ങൾ സമയം ചെലവഴിക്കുന്നു. ശീല ഹരിദാസ് ഠാക്കൂറിനെ സേവനം ചെയ്യുന്നു. അന്ന് ശീല ഹരിദാസ് ഠാക്കൂറിൻ്റെ ഈ നാമ രുചി കണ്ട് രഘുനാഥന് ഒരുപാട് അത്ഭുതമായി. 3 ലക്ഷം നാമം ഒരു ദിവസം ജപിക്കുന്നു, എങ്ങനെ സാധിക്കുന്നു? അദ്ദേഹത്തിന് ഹരിനാമത്തോടും അതേപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടും അദ്ദേഹത്തിന് അടുപ്പം തോന്നുന്നു. അങ്ങനെ ശീല ഹരിദാസ് ഠാക്കൂറിൽ നിന്നും ശീല അദ്വൈത ആചാര്യയിൽ നിന്നും യദുനന്ദൻ ആചാര്യയിൽ നിന്നൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേൾക്കുന്നു രഘുനാഥ് ആദ്യമായിട്ട്. മഹാപ്രഭു ശ്രീകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം നവദ്വീപിൽ അവതാരം എടുത്തിരിക്കുന്നു. ഇപ്പോൾ സന്യാസം എടുത്തിരിക്കുന്നു. സന്യാസം എടുക്കുന്ന സമയമാണ്. ശീല രഘുനാഥദാസ് ഗോസ്വാമി കേൾക്കുവാണ് ഇദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ട മുതൽ തന്നെ ശീല രഘുനാഥദാസ് ഗോസ്വാമിക്ക് എന്തോ എന്നറിയാത്ത വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട്. ഇദ്ദേഹം ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. ഈ ആചാര്യന്മാർ, ഈ ഗുരുജനങ്ങൾ എല്ലാവരും പറയുന്നു, എനിക്ക് അദ്ദേഹത്തെ കാണണം, അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരണം പ്രാപിക്കണം, എനിക്ക് ഇനി വേറെ ജീവിതമൊന്നുമില്ല. അദ്ദേഹം മഹാപ്രഭുവിനെ കാണുന്നേക്കാൾ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ ഇനിയുള്ള ജീവിതം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിലാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസമെടുത്ത് കട്ടുവയിൽ നിന്ന് അദ്ദേഹം സന്യാസമെടുത്ത് വൃന്ദാവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് ശ്രീ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തെ ഒന്ന് ട്രിക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ശാന്തിപൂറിലേക്ക് കൊണ്ടുവരുന്നു. ശാന്തിപൂറിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ സന്യാസ ദീക്ഷയ്ക്ക് ശേഷം അദ്ദേഹം
പൂർണ്ണമായിട്ടും അതീന്ദ്രിയാവസ്ഥയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ബോധമില്ല. അദ്ദേഹം ഹരിനാമം ജപിച്ചുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് നടക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ല എവിടെയാണ് പോകുന്നത്. അപ്പം നിത്യാനന്ദ പ്രഭുവാണ് മുമ്പിൽ നടക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിനെ പിന്നിൽ തുടർന്ന് നടന്ന് പോവുകയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അങ്ങനെ വൃന്ദാവനത്തിലേക്കായിരുന്നു ലക്ഷ്യം. ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞത് തന്നെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ അവർ ശാന്തിപൂരിലേക്ക് കൊണ്ടുവന്നു നിത്യാനന്ദ പ്രഭു. ആ സമയത്ത് അദ്വൈതാചാര്യയെ കാണുന്നു. അദ്ദേഹം വഞ്ചിയിൽ വരുമ്പോൾ അദ്വൈതാചാര്യോട് ചോദിക്കുന്നു, മഹാപ്രഭു എന്തുകൊണ്ട് എന്താണ് ഇവിടെ വൃന്ദാവനത്തിൽ? കാര്യം മഹാപ്രഭു ആ ഗംഗാ നദി കണ്ട് യമുനാ നദിയാണെന്ന് വിചാരിക്കുന്നു, വൃന്ദാവനത്തിൽ എത്തിയെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിലാണെങ്കിൽ വരുന്ന വഴിക്ക് കുറച്ച് ഗോപബാലന്മാരെ പശുക്കളെയൊക്കെ കണ്ടു. അപ്പോൾ മഹാപ്രഭു ഉറപ്പിച്ചു ഇത് വൃന്ദാവനം തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ചൈതന്യ മഹാപ്രഭു ആ സമയത്ത് ശ്രീ അദ്വൈതാചാര്യയെ കണ്ടപ്പോൾ അദ്വൈതാചാര്യയോട് ചോദിച്ചു, അങ്ങും വന്നു ഇവിടെ വൃന്ദാവനത്തിലേക്ക്? ആ സമയത്ത് അദ്വൈതാചാര്യ പറഞ്ഞു, ഓ മഹാപ്രഭു, അങ്ങ് എവിടെയാണോ അത് വൃന്ദാവനമാണ്. എന്നിട്ട് പക്ഷെ മഹാപ്രഭുവിന് സംശയം തോന്നി, ഇത് ശരിക്കും വൃന്ദാവനമാണോ? അപ്പോഴാണ് പിന്നീട് പറയുന്നത് ഇത് ശാന്തിപൂറാണ് എന്ന്. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിന് മഹാകാരുണ്യം കൊണ്ട് അങ്ങനെ ശാന്തിപൂരിലേക്ക് എത്തി. മഹാപ്രഭുവിന് ഉള്ളിൽ അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിൽ ദേഷ്യം തോന്നുന്നു നിത്യാനന്ദ പ്രഭുവിൻ്റെ അടുത്ത്. അതീന്ദ്രിയ തലത്തിലാണ്, ബാഹ്യമായിട്ടുള്ളതല്ല. പക്ഷേ അദ്ദേഹത്തിന് അദ്വൈതാചാര്യം കാണാൻ സാധിക്കുന്നു. അങ്ങനെ അദ്വൈതാചാര്യരുടെ റിക്വസ്റ്റ് പ്രകാരം കുറച്ച് ദിവസങ്ങൾ മഹാപ്രഭുവോടെ ചിലവഴിക്കുന്നു. ആ സമയത്ത് നവദ്വീപിൽ നിന്ന് മഹാപ്രഭുവിൻ്റെ അമ്മ ശ്രീ ശച്ചി മാത വരുന്നു. കുറച്ച് ദിവസം മഹാപ്രഭുവിൻ്റെ കൂടെ നിന്ന് മഹാപ്രഭുവിന് പ്രസാദം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. മകൻ സന്യാസം എടുത്ത് പോവാണ് വൃന്ദാവനത്തിലേക്ക്. അപ്പം അതിനു മുമ്പായിട്ട് അമ്മയ്ക്ക് സേവനം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം നിത്യാനന്ദ പ്രഭുവാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. നേരെ വൃന്ദാവനത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹാകാരുണ്യം കൊണ്ട് ശ്രീ ശച്ചി മാതാവിനും അതേപോലെ തന്നെ അദ്വൈതാചാര്യയ്ക്കും ഒരുപാട് വൈഷ്ണവരും ഒക്കെ അവർക്കൊക്കെ മഹാപ്രഭുവിൻ്റെ സംഘം കിട്ടുകയാണ് ചെയ്യുന്നത്. 2-3 ആഴ്ച മഹാപ്രഭു അവിടെ താമസിക്കുന്നു. എന്നും സത്സംഗവും എന്നും കീർത്തനവുമായിരുന്നു. ആ സമയത്ത് ശ്രീ ശച്ചിമാത ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു മഹാപ്രഭുവിന്. ഇപ്പം ഇതെല്ലാം നിത്യാനന്ദ പ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. നേരെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണെങ്കിൽ ആർക്കും കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ ലീല. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രഘുനാഥ് അവിടെ വരുന്നു. ശ്രീ രഘുനാഥ് ദാസ് ഗോസ്വാമി എന്ന് വന്ന് മഹാപ്രഭുവിനെ കാണാൻ സാധിച്ചു. മഹാപ്രഭുവിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നു. ആ സമയത്ത് അദ്വൈതാചാര്യയ്ക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു യദുനന്ദൻ ആചാര്യ. യദുനന്ദൻ ആചാര്യയുടെ വളരെ അടുത്ത ഫാമിലിയാണ് രഘുനാഥൻ്റെ ഫാമിലി. അപ്പോൾ രഘുനാഥിനോട് ഒരു പ്രത്യേക മമതയായിരുന്നു അദ്വൈതാചാര്യക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്വൈതാചാര്യ കുട്ടി രഘുനാഥനെ കൊണ്ടുപോകും. മഹാപ്രഭു താമസിക്കുന്ന ആ മുറിയിൽ കൊണ്ടുപോയി മഹാപ്രഭുവിൻ്റെ സേവനങ്ങളൊക്കെ ചെയ്യുവാൻ, മഹാപ്രഭു കിടക്കുന്ന കിടക്കയെല്ലാം വൃത്തിയാക്കുവാനും മഹാപ്രഭു കഴിച്ച പ്ലേറ്റെല്ലാം കഴുകാനും അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുത്തിരുന്നു. വളരെ വളരെ ഉത്സാഹത്തോടു കൂടി കുട്ടി രഘുനാഥ് ഇതെല്ലാം ചെയ്യുമായിരുന്നു. അതുമാത്രമല്ല, രഘുനാഥന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാപ്രസാദം കഴിച്ചതിൻ്റെ ബാക്കി, മഹാപ്രഭുവിൻ്റെ കഴിച്ചതിൻ്റെ ബാക്കി പ്രസാദം, മഹാപ്രസാദം അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് രഘുനാഥ് കേട്ടിട്ടുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്. ഇപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നേരിട്ട് കാണുന്നു. അതുമാത്രമല്ല, നേരിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സേവനം ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രഘുനാഥന് പിരിഞ്ഞിരിക്കാൻ സാധിക്കാതെയായി. കുട്ടിയാണ്. ആ സമയത്ത് തിരിച്ചു പോകാറെ മഹാപ്രഭു അപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് പകരം ജഗന്നാഥപുരിയിലേക്കാണ് പിന്നീട് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു അല്ലേ. അപ്പോൾ ശശിമാത പറയുന്നു, വൃന്ദാവനം ഒരുപാട് ദൂരെയാണ്, ഞങ്ങൾക്ക് ഇവിടെ ബംഗാളിലുള്ളവർക്ക് അവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്, നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് അറിയാൻ സാധിക്കില്ല വൃന്ദാവനത്തിൽ പോവുകയാണെങ്കിൽ. പക്ഷേ ജഗന്നാഥപുരിയിലാണെങ്കിൽ ഇവിടെ നിന്ന് പല ഭക്തരും ഇടയ്ക്കിടയ്ക്ക് ജഗന്നാഥ്പുരിയിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ആസ്ഥാനം വൃന്ദാവനമാക്കണ്ട, ജഗന്നാഥ്പുരി ആക്കിയാൽ മതി. ജഗന്നാഥ്പുരിയിലും ഭഗവാൻ കൃഷ്ണനല്ലേ, നീ അങ്ങോട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീ ശച്ചിമാതയുടെ ആ
ആ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട്, അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വൃന്ദാവനം അദ്ദേഹം വേണ്ടാന്ന് വെച്ച് അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ സെറ്റിലാവുന്നു. ജഗന്നാഥ്പുരിയിലാണ് പിന്നീട് മഹാപ്രഭു കൂടുന്നത് അല്ലേ, നമുക്കറിയാം. അങ്ങനെ രഘുനാഥന് ഈ സമയം കഴിഞ്ഞ് ജഗന്നാഥ്പുരിയിലേക്ക് മഹാപ്രഭു പോകുന്ന സമയത്ത് കുട്ടി രഘുനാഥന് പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് മഹാപ്രഭുവിനോട് പറഞ്ഞു, മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി, കുട്ടി രഘുനാഥ് പറഞ്ഞു, എന്നെയും കൂടെ കൊണ്ടുപോകണം, ഞാനും കൂടെ വരുവാണ് ജഗന്നാഥ്പുരിയിലേക്ക്, എനിക്ക് വീട്ടിൽ പോകണ്ട. യദുനന്ദൻ ആചാര്യയും ശീല ഹരിദാസ് ഠാക്കൂറും നിത്യാനന്ദ പ്രഭു കാണുന്നു കുട്ടി രഘുനാഥൻ്റെ ആ ഒരു ഭക്തി കണ്ടപ്പോൾ പറഞ്ഞു, അപ്പോൾ മഹാപ്രഭു കുട്ടി രഘുനാഥനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, തീർച്ചയായിട്ടും നിന്റെ മനസ്സിലുള്ള ആഗ്രഹം നടന്നിരിക്കും, പക്ഷെ ഇപ്പോഴല്ല, അതിന് സമയം വരും. അതുകൊണ്ട് സദാസമയം നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ജപിച്ചോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഭഗവാന്റെ നാമം ജപിക്കുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, എപ്പോഴും ഭഗവാനെക്കുറിച്ച് ഓർക്കുക മനസ്സിൽ എന്ന് പറഞ്ഞു. ഇത്രയും ചെയ്യൂ, കുറച്ച് കാലം കഴിയുമ്പോൾ നിനക്കതിനുള്ള അവസരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാപ്രഭു പോകുന്നു. രഘുനാഥ് ഒരുപാട് വിഷമത്തോടുകൂടി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അതിനുശേഷം ശ്രീ രഘുനാഥന് വീട്ടിലിരുന്ന് സമാധാനമില്ല. കുട്ടി രഘുനാഥ് അങ്ങനെ വളർന്നു വരുന്നു. അങ്ങനെ ഒരു യൗവന അവസ്ഥയിൽ അദ്ദേഹം വരുന്നു. ആ സമയത്തും ഓരോ വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മഹാപ്രഭുവിനോടുള്ള അടുപ്പം കൂടി വരുവാണ്. അദ്ദേഹം സദാസമയം ചിന്തിക്കുന്നു, എപ്പോൾ എനിക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരണാഗതി പ്രാപിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നു. ആ സമയത്ത് ഇടയ്ക്ക് വൃന്ദാവനത്തിലേക്ക് മഹാപ്രഭു ജഗന്നാഥ്പുരിയിൽ നിന്ന് പോകുന്ന സമയത്ത് വീണ്ടും ശാന്തിപൂരിലേക്ക് വരുന്നു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ രാമകേളി വഴി അദ്ദേഹം രാമകേളി വന്ന് ശ്രീല രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും കണ്ട് അതിനുശേഷം അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകാൻ പ്ലാൻ ആയിരുന്നു. പക്ഷേ സനാതൻ ഗോസ്വാമിയും ശ്രീല രൂപഗോസ്വാമിയും പറയുന്നു, കാര്യം മഹാപ്രഭുവിൻ്റെ കൂടെ പതിനായിരക്കണക്കിന് അനുയായികൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സനാതൻ ഗോസ്വാമി ചോദിച്ചു, അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോകുന്നത് അങ്ങ് പോകുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും ആളുകളെയും കൊണ്ട് അങ്ങ് പോവുകയാണെങ്കിൽ അങ്ങയുടെ ഹൃദയത്തിലുള്ള ആ ഒരു ആഗ്രഹം അങ്ങേക്ക് സാധിക്കില്ല. കാര്യം ഇത്രയും ആളുകൾ ഉണ്ടാവുമ്പോൾ മഹാപ്രഭുവിന് അവിടെ പോയിട്ട് രാധാകൃഷ്ണന്റെ ലീലാ സ്ഥലങ്ങളിൽ പോയി ആ ഭാവത്തിൽ അദ്ദേഹത്തിന് ഭജൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ഇത്രയും അധികം ആൾക്കാരെ കൊണ്ട് അദ്ദേഹം എങ്ങനെ പോകും? സനാതൻ ഗോസ്വാമി പറഞ്ഞു, ഇത്തവണ പോകുന്നത് ബുദ്ധിയല്ല, ഇത്രയും ആളുകൾ കൂടെ വരുവാണെങ്കിൽ അങ്ങയുടെ പോകുന്നതിൻ്റെ ഉദ്ദേശം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ മഹാപ്രഭുവിനും തോന്നി ശരിയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം തിരിച്ച് ജഗന്നാഥ്പുരിയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ശാന്തിപൂർ വഴിക്ക് പോകുന്നു വീണ്ടും മഹാപ്രഭു. ആ സമയത്ത് അദ്വൈതാചാര്യയും മറ്റുള്ള ഭക്തരും ചച്ചിമാതയും എല്ലാവരും വരുന്നു. അതേ സമയത്ത് വീണ്ടും നമ്മുടെ രഘുനാഥന് വരാൻ സാധിക്കും. അന്ന് രഘുനാഥ് കുറച്ച് വലുതായി, യൗവനാവസ്ഥയിലാണ്. ആ സമയത്തും അദ്വൈതാചാര്യരുടെ മഹാകാരുണ്യം കൊണ്ട് രഘുനാഥന് സേവനം കിട്ടുന്നു. വീണ്ടും മഹാപ്രഭു പോവാൻ നേരത്ത് രഘുനാഥ് ചോദിക്കുന്നു, ഇനി എനിക്ക് സാധിക്കില്ല, ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നു, അങ്ങേ ഇപ്പോൾ വീണ്ടും കാണാൻ സാധിച്ചു, ഇനി എനിക്ക് വീട്ടിൽ പോകാൻ സാധിക്കില്ല, അങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാപ്രഭു പറഞ്ഞു, തീർച്ചയായിട്ടും സമയമായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഓടിപ്പോവാൻ നോക്കുമായിരുന്നു. ഓടിപ്പോവാൻ നോക്കുക എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഓടിപ്പോവും. ഇടയ്ക്ക് ഓടിപ്പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ജഗന്നാഥ്പുരിയിലേക്ക്, മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഇദ്ദേഹം ഓടിപ്പോകുന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അതേപോലെ വല്യച്ഛനും ഒക്കെ സെക്യൂരിറ്റി ഗാർഡുകളെ വെച്ചിരിക്കുകയായിരുന്നു രഘുനാഥനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. കാര്യം വേറെ ഒന്നുമല്ല, രഘുനാഥ് രാത്രി ഓടിപ്പോകുന്നത് മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ എന്നും ഒരു ദിവസം വിട്ട് ഇദ്ദേഹം ഓടിപ്പോകുമായിരുന്നു. പക്ഷെ ഇവർ പിടിച്ചുകൊണ്ടുവരും. അങ്ങനെ 11 ഗാർഡുകളെ നിർത്തിയിരിക്കുകയായിരുന്നു ഗോവർദ്ധൻ മസൂന്ദാർ, ഇദ്ദേഹം ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ മഹാപ്രഭുവിനെ രണ്ടാമത് ശാന്തിപൂരിൽ കാണുന്നേക്കാൾ മുമ്പുള്ള കാര്യമാണ് ഇതെല്ലാം. ആദ്യത്തെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനും മഹാപ്രഭുവിനെ സമർപ്പിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹം പോകുന്നു. അതിനുശേഷം
രണ്ടാമത് അദ്ദേഹം മഹാപ്രഭുവിനെ കണ്ട സമയത്ത് മഹാപ്രഭു പറയുന്നു, നിനക്ക് ഇപ്പോഴും സമയമായിട്ടില്ല, അതുകൊണ്ട് മർക്കട വൈരാഗ്യം ചെയ്യരുത്, കുറച്ചുകൂടെ സമയം നീ കൊടുക്കണം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മനസ്സിൽ ആഗ്രഹം നടക്കും. മർക്കട വൈരാഗ്യം ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്താ? മർക്കട വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മർക്കടൻ അല്ലെങ്കിൽ കുരങ്ങൻ എങ്ങനെയാണ്? കുരങ്ങന്റെ വൈരാഗ്യം, കുരങ്ങൻ എന്ന് പറഞ്ഞാൽ വിരക്തി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. കുരങ്ങന് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് ഈവൻ ഡ്രസ്സ് പോലും ഇടില്ല. അപ്പൊ അതിൻ്റെ അത്രയും പോലും വിരക്തിയാണ്. അത് മാത്രമല്ല, കഴിക്കുന്നതാണെങ്കിലോ ഈ പഴങ്ങളും മറ്റുള്ള മരത്തിലെ കായകളൊക്കെ അത്രയും എന്താ പറയുക, അങ്ങനത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് വിരക്തി നേടിയ വ്യക്തിയാണ്. പക്ഷെ പ്രശ്നം എന്താണ്? കുരങ്ങിനൊരു വീക്ക്നെസ് ഉണ്ട്. സ്ത്രീ കുരങ്ങും പുരുഷ കുരങ്ങനും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ കൂടുതലാണ്. ഒരുപാട് അവിഹിത ബന്ധങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളതെല്ലാം പുറമേക്ക് വൈരാഗ്യം ഉള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുള്ള അങ്ങനെ. ഇപ്പം രഘുനാഥൻ അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ നീ ഇപ്പോഴും മെച്ചുറായി വരുന്നേ ഉള്ളൂ എന്ന് പറയുവാണ്. രഘുനാഥന് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരുന്നില്ല, ഒന്നിനോടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന അറ്റാച്ച്മെൻറ്റ് മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ മാത്രം, ഹരിനാമ മാത്രം, ഹരികഥ കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഹരിനാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, വൈഷ്ണവരെ സേവനം ചെയ്യുക, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രഘുനാഥൻ്റെ മനസ്സിലെപ്പോഴും. എന്നാലും മഹാപ്രഭു പറയുവാണ്, സമയമായിട്ടില്ല, മർക്കട വൈരാഗ്യം കാണിക്കരുത് എന്ന്. മർക്കട വൈരാഗ്യം കാണിക്കരുതെന്ന് പറയാൻ കാര്യം, മെച്ചുവർ ആവുന്നേ ഉള്ളൂ, നീ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്, നമ്മൾ അവിടേക്ക് എത്താം. അങ്ങനെ മഹാപ്രഭു പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, മനസ്സിൽ സദാസമയവും എന്നെക്കുറിച്ച്, ഭഗവാൻ കൃഷ്ണനെ രാധാറാണിയെയും കുറിച്ച് ചിന്തിച്ചോളൂ. രാധാകൃഷ്ണനെ കുറിച്ച് ചിന്തിക്കും, സദാസമയം ഭഗവാനെ തിരുനാമം ജപിച്ചോളൂ, ഉടനെ തന്നെ നിനക്ക് സമയം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാപ്രഭു പിന്നീട് തിരിച്ചു പോകുന്നു. രഘുനാഥനാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ നിൽക്കാൻ സാധിക്കുന്നില്ല. വീട്ടുകാർക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ, ഇദ്ദേഹത്തെ എന്തു ചെയ്യും? ഓടിപ്പോകുന്നു. അതുകൊണ്ട് ഒരു കാര്യമുള്ളൂ, ഇനി ഇവനെ പിടിച്ചു കിട്ടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗോവർദ്ധൻ മസൂന്ദാറും ഹിരണ്യ മസൂന്ദാറും അതേപോലെ തന്നെ അവരുടെ ഭാര്യമാരും എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ വലിയ ഒരു ധനികനായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നൊരു നല്ല സുന്ദരിയായിട്ടുള്ള, പറയുന്നു അപ്സരമാരെക്കാൾ സുന്ദരിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ദ്രനേക്കാൾ ധനം, അപ്സരമാരെക്കാൾ സൗന്ദര്യമുള്ള ഭാര്യ ഉണ്ടായിരുന്നു. ആർക്ക്? രഘുനാഥന്. രഘുനാഥനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെയെങ്കിലും ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവൻ മാറും എന്ന് വിചാരിച്ചു അവര്. പക്ഷേ ആരും മാറിയില്ല. അദ്ദേഹത്തിന് ഒന്നിനോടും താല്പര്യമില്ല. പക്ഷേ മഹാപ്രഭു നിർദ്ദേശം കൊടുത്തിരുന്നു, നീ അവിടെ പോയിട്ട് ഉള്ളിൽ സദാസമയം മനസ്സിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കൂ, പക്ഷെ പുറമേക്ക് ആരെയും കാണിക്കണ്ട. അതുകൊണ്ട് നിന്റെ ജോലികളെല്ലാം നീ നല്ല രീതിയിൽ ചെയ്യൂ. അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത്. നീ പുറമേക്ക് കാണുന്ന രീതിയിൽ അവരുടെ മുമ്പിൽ നീ എല്ലാ ജോലികളും ചെയ്യുന്നു സാധാരണ ഒരു വ്യക്തിയെ പോലെ, പക്ഷെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കൂ, സദാസമയം ഭഗവാന്റെ തിരുനാമം ജപിക്കൂ. ഈ നിർദ്ദേശമാണ് കൊടുത്തത്. അത് പ്രകാരം ശ്രീ രഘുനാഥദാസ് ഗോസ്വാമി അത് ഫോളോ ചെയ്തു. അപ്പോൾ വിവാഹം കഴിച്ചു, സമ്മതം അതിന് വിരോധമൊന്നും കാണിച്ചില്ല. അതേപോലെ പക്ഷേ ഒരു അറ്റാച്ച്മെന്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, പൈസയോട് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ല. എന്നാൽ അദ്ദേഹം എല്ലാ ജോലികളും ചെയ്തു തുടങ്ങി. കാര്യം മഹാപ്രഭുവിന്റെ നിർദ്ദേശമായിരുന്നു. അപ്പോൾ അച്ഛനെയും അങ്കിളിനെയൊക്കെ സഹായിച്ചു തുടങ്ങി. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ഇത് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും തോന്നി, ഇവൻ മാറി, കല്യാണം കഴിച്ചു, അവന് മാറ്റങ്ങൾ വന്നു തുടങ്ങി, ഇനി നമുക്ക് സെക്യൂരിറ്റി ഗാർഡുകളുടെ ആവശ്യമൊന്നുമില്ല എന്നവർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ 11 സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്ന രഘുനാഥന്റെ സെക്യൂരിറ്റി ഗാർഡ് 4 മാറി. പക്ഷെ രഘുനാഥാണെങ്കിൽ ഒരു അവസരം കാത്തിരിക്കുകയാണ്, ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അവിടെ നിന്ന് ഓടിപ്പോവാൻ വേണ്ടി. പക്ഷേ മിണ്ടാതെ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ സെക്യൂരിറ്റിക്കാരെയും മാറ്റി, രഘുനാഥ് ഒറ്റയ്ക്കായി. അവർക്ക് വിശ്വാസമായി രഘുനാഥ് ഇനി ഓടിപ്പോയില്ല എന്ന്. വീട്ടിലെല്ലാവർക്കും വിശ്വാസമായി. രഘുനാഥ് വളരെ സ്പെഷ്യലായിരുന്നു. ആ സമയത്ത്
എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ വേറൊരു മുസ്ലിം ചൗധരി ഉണ്ടായിരുന്നു, വേറൊരു ടാക്സ് കളക്ടർ. അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ടാക്സ് കളക്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് അവിടുത്തെ രാജാവിന് കൊടുക്കും. പക്ഷേ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ചൗധരിയുടെ ഒരു രീതി എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന് കമ്മീഷൻ കൊടുക്കണം. പക്ഷേ അത് എന്ത് ചെയ്തു, ഈ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ അച്ഛനും വലിയച്ഛനും അത് അദ്ദേഹത്തിന് കമ്മീഷൻ കൊടുത്തില്ല. ആ പൈസ കയ്യിൽ വെച്ചു. പക്ഷേ ടാക്സ് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ചൗധരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവർക്ക് എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി, ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വരുവാണ്. ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഗോവർദ്ധൻ മസൂന്ദാറും ഹിരണ്യ മസൂന്ദാറും അവിടെ നിന്ന് മുങ്ങുന്നു, വീട്ടിൽ നിന്ന്. ആ സമയത്ത് രഘുനാഥ് മാത്രമേ ഉള്ളൂ. രഘുനാഥിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം വരുന്നു, ഈ ചൗധരി ടാക്സ് കളക്ടർ. അദ്ദേഹം വന്ന് ചോദിക്കുന്നു, എവിടെ നിൻ്റെ അച്ഛൻ വല്യച്ഛൻ എന്ന് ചോദിച്ച് എല്ലാവരെയും പറ്റിക്കുകയാണ് അവർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അവരെ അച്ഛനെയും വല്യച്ഛനെയും കാണാതെ, ഹിരണ്യ മസൂന്ദറിനെയും ഗോവർദ്ധൻ മസൂന്ദറിനെയും കാണാതെ ഇപ്പോൾ രഘുനാഥനെ പിടിച്ചുകൊണ്ടുപോയി. ഇദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഉപദ്രവിക്കും, നിന്നെ ഞാൻ കൊല്ലും. അവര് വന്ന് എനിക്ക് എൻ്റെ വിഹിതം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. രഘുനാഥിൻ്റെ സ്വഭാവം എന്തായിരുന്നു വെച്ചാൽ എല്ലാവരെയും മയക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു രഘുനാഥ്. കാര്യം രഘുനാഥ് ആർട്ടിഫിഷ്യലി ചെയ്യുന്നതല്ല, ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐശ്വര്യവും കാണുമ്പോൾ എല്ലാവരും വീണുപോകും. അങ്ങനെ ഇദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി രഘുനാഥ് ആ മുസ്ലിം ചൗധരിയോട് ചോദിക്കുന്നു, ഓ അങ്ങ് എൻ്റെ അച്ഛൻ്റെ പ്രായമാണ്, അത് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്, നിങ്ങളെല്ലാവരും ഒരേ ജോലി ചെയ്യുന്നവരാണ്, രാജാവിന് വേണ്ടി ടാക്സ് എല്ലാം ശേഖരിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് അങ്ങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പോലെയാണ്. അച്ഛനെ പോലുള്ള അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? ഈ പൈസയും ധനവും ഒക്കെ ഇന്ന് വരും നാളെ പോവും. പക്ഷേ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ആ പൈസയുടെ കണക്ക് വെച്ച് മുറിക്കാൻ പാടുള്ളതാണോ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അച്ഛ എന്നൊക്കെയുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ ഈ മുസ്ലിം ചൗധരി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ രഘുനാഥിൻ്റെ ഈ മനോഹരമായിട്ടുള്ള മാധുര്യം കലർന്ന ഈ വർത്തമാനത്തിൽ അദ്ദേഹം വീണുപോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് അശ്രുധാര വന്നു തുടങ്ങി. വലിയ താടിയൊക്കെ ഉണ്ടായിരുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, അദ്ദേഹത്തിൻ്റെ താടിയെല്ലാം നനഞ്ഞ് കരച്ചിൽ കാരണം. രഘുനാഥനെ കെട്ടിപ്പിടിച്ച് പറയുന്നു, ഓ രഘുനാഥ്, നീ എൻ്റെ മകനെ പോലെയാണ്, ഓ ഞാൻ തെറ്റ് ചെയ്തു, അല്ലെങ്കിലും നിന്നെ ഞാൻ എന്തിനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു, നീയല്ലല്ലോ തെറ്റ് ചെയ്തത്, അവരല്ലേ, പക്ഷെ ഞാൻ എന്തിനു നിന്നെ കൊണ്ടുവന്നു, എന്നോട് ക്ഷമിക്കണം നീ. അത് മാത്രമല്ല, പ്രശ്നം ഉണ്ടാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല, നീ പോയിക്കോളൂ, ഇവിടെ നിന്ന് പോയിക്കോളൂ. അത് മാത്രമല്ല, ഞാൻ ഒന്നും ചെയ്യില്ല, അച്ഛനോടും വല്യച്ഛനോടും പറഞ്ഞോളൂ, ഞാനും അവരോടും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല, പക്ഷെ അവരോട് എന്നെ ഒന്നൊന്ന് കണ്ട് നമുക്കൊന്ന് ഈ ഒരു കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യണം, അതിനുള്ള ഒരു വഴി നീ ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞു. രഘുനാഥ് പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും. അങ്ങനെ അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രഘുനാഥന് അത്രയും കഴിവുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നം അവിടെ തീരുന്നു. അവർ വരുന്നു, പിന്നീട് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ രഘുനാഥ് അത്രയും സ്പെഷ്യലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അപ്പോൾ രഘുനാഥൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഇല്ലാത്തൊരു സമയം, എന്നാലും അദ്ദേഹം പുറത്തു പോകുമ്പോൾ എല്ലാവരും നോക്കും. ആ സമയത്ത് രഘുനാഥ് അറിഞ്ഞു, നമ്മുടെ നിത്യാനന്ദ പ്രഭു, മഹാപ്രഭുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാർഷദൻ നിത്യാനന്ദ പ്രഭു പാനിഹട്ടിയിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് മനസ്സിലായി, നിത്യാനന്ദ പ്രഭു വഴിയേ ഇനി എനിക്ക് മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായി. കാര്യം നിത്യാനന്ദ പ്രഭു ആരാണ്? ഗുരുതത്വമാണ്. നിത്യാനന്ദ പ്രഭുവിൻ്റെ ശരണം പ്രാപിക്കണം എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് അദ്ദേഹം പാനിഹട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, ശരി നീ പോയിക്കോളൂ, കുഴപ്പമില്ല, പക്ഷെ നിൻ്റെ കൂടെ കുറച്ച് ആളുകളും വരും, ഗാർഡ്സും കൂടെ വരും, പൊക്കോളൂ, നീ ആരെയും കാണുന്നതെന്ന് വെച്ചാൽ കണ്ട് തിരിച്ചു വന്നോളൂ. കാര്യം അവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇവൻ രഘുനാഥ് ഓടിപ്പോവില്ല എന്നുള്ളത്. കാര്യം പണ്ടത്തേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട്. ഉള്ളിലാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും മഹാപ്രഭുവിനോടുള്ള ആ സ്നേഹം കൂടുന്നേ ഉള്ളൂ, പക്ഷെ അതാരും പുറമേ അറിയുന്നില്ല. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഭാവം നമ്മൾ ഉള്ളിൽ വെക്കുക.
അതിങ്ങനെ വളർന്ന് 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 വലിയൊരു ചെടിയായി വലിയൊരു മരമായി മാറും. പക്ഷെ ആ മരത്തെ ആരും കാണേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ മാത്രം നിന്നാൽ മതി. നമ്മളും ഭഗവാനും ഗുരുവും തമ്മിലുള്ള ബന്ധം അത് പുറമെ ഒരാളും അറിയേണ്ട ആവശ്യമില്ല. പുറമേ ഉള്ളവരുടെ മുമ്പിൽ നമ്മൾ സാധാരണ ഒരു വ്യക്തി. ഇതാണ് നല്ല ഭക്തരുടെ ലക്ഷണങ്ങൾ. പുറമേ കാണിക്കില്ല. ഓക്കെ, ആ സമയത്ത് പാനിഹട്ടിയിൽ പോന്നു. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിനെ അകലെ നിന്ന് കാണുവാണ് രഘുനാഥ്. ആ സമയത്ത് കണ്ട മാത്രമേ ദണ്ഡവത്ത് പ്രണാമം ചെയ്യുന്നു. നിത്യാനന്ദ പ്രഭു ആണെങ്കിൽ അവിടെ ഒരു പാറക്കല്ലിൻ്റെ മുകളിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് 10,000-കണക്കിന് അദ്ദേഹത്തിൻ്റെ ശിഷ്യരും അദ്ദേഹത്തിൻ്റെ പാർഷദരും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഹരികഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രീ നിത്യാനന്ദ പ്രഭു. ആ സമയത്ത് കുറച്ച് ഭക്തർ പറഞ്ഞു നിത്യാനന്ദ പ്രഭുവിനോട്, രഘുനാഥ് വന്നിട്ടുണ്ട് എന്ന്. രഘുനാഥോ? അപ്പോൾ നിത്യാനന്ദ പ്രഭുവിനെ അറിയാം, മഹാപ്രഭുവിൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് എന്നുള്ളത്. നിത്യാനന്ദ പ്രഭു നേരത്തെയും കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനു മുമ്പും ചെറുപ്പം മുതലേ നിത്യാനന്ദ പ്രഭു കണ്ടിട്ടുണ്ട്. പലതവണ ശാന്തിപൂരിൽ വന്നിട്ടും അങ്ങനെയൊക്കെല്ലാം രഘുനാഥിനെ നല്ലവണ്ണം അറിയാം. അങ്ങനെ പറഞ്ഞു രഘുനാഥ്. അപ്പോൾ പറഞ്ഞു പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ രഘുനാഥാണെങ്കിൽ ഒരുപാട് അകലെയാണ് നമസ്കരിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിനുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹം അടുത്ത് വരാതിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ രഘുനാഥനെ അടുത്തു കൊണ്ടുവന്നു. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു എല്ലാവരെയും നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ ഇവിടെ ഒരു കള്ളനുണ്ട്. എന്താണ് ആ കള്ളൻ ചെയ്യുന്നത് എന്നറിയോ? അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരാതെ നേരെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുവാണ്. മഹാപ്രഭു ഭഗവാൻ, നിത്യാനന്ദ പ്രഭു ഗുരു, ശ്രീ ഗുരു തത്വമാണ് നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹം ഇല്ലാതെ മഹാപ്രഭുവിലേക്ക് എത്താൻ സാധിക്കില്ല. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു അത് പറയുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി പറയുന്നു. അതായത് നിത്യാനന്ദ പ്രഭു ഓക്കെ എന്ന് പറഞ്ഞാലേ മഹാപ്രഭു ഓക്കെ പറയുള്ളൂ, സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കില്ല. അപ്പോൾ രഘുനാഥാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു നിത്യാനന്ദ പ്രഭുവിൻ്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, നീ നേരിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരണം പ്രാപിക്കാൻ വേണ്ടി പോയി, പക്ഷെ സാധിച്ചോ? നിനക്ക് സാധിച്ചില്ല. പക്ഷെ ഇപ്പോൾ നിനക്ക് സമയമായിരിക്കുന്നു. മഹാപ്രഭുവിൻ്റെ നിയോഗപ്രകാരം നീ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടല്ല, സ്നേഹത്തോട് കൂടിയിട്ട്, ഇത് പേടിപ്പിക്കുന്ന രീതിയിൽ. നിത്യാനന്ദ പ്രഭു അവധൂത ശിരോമണിയാണ്. നിത്യാനന്ദ പ്രഭുവിൻ്റെ പെരുമാറ്റം എല്ലാവർക്കും മനസ്സിലാവില്ല. അദ്ദേഹം ബലരാമനാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അങ്ങനെ രഘുനാഥനോട് പറഞ്ഞു, അങ്ങനെ അടുത്തോട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തോട്ട് വരാൻ പറഞ്ഞ് നിത്യാനന്ദ പ്രഭുവിൻ്റെ ആ തൃപ്പാദങ്ങൾ, ശ്രീ ബലരാമനാണ് നിത്യാനന്ദ പ്രഭു, ആ ഭഗവാന്റെ തൃപ്പാദങ്ങൾ നിത്യാനന്ദ പ്രഭു രഘുനാഥൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അധികം താമസിയാതെ നിനക്ക് മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. പക്ഷേ നീ ഇത് ഇപ്പോൾ ചെയ്തു, പക്ഷേ ഇത്രയും ദിവസം നീ എന്നെ പറ്റിച്ച് നടക്കുമായിരുന്നു, നീ എൻ്റെ അടുത്ത് വന്നില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ശിക്ഷ തരാൻ പോവാണ്. എന്താണ് ശിക്ഷ എന്ന് ചോദിക്കുന്നു. രഘുനാഥ് പറഞ്ഞു, എന്ത് ശിക്ഷയും അങ്ങ് പറഞ്ഞോളൂ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് മഹാപ്രഭു മാത്രം മതി. എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ അടുത്ത് ഞാൻ വന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ മുഴുവനും മഹാപ്രഭുവാണ്. ആ മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്ത് ശിക്ഷയും അങ്ങ് പറഞ്ഞോളൂ, ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിത്യാനന്ദ പ്രഭു ആ സമയത്ത് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, നീയാണെങ്കിൽ സേവകരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ സ്വർണ്ണ നാണയങ്ങളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇവിടെയുള്ള പാനിഹട്ടി ഗ്രാമത്തിലും അടുത്തുള്ള ഗ്രാമങ്ങളിലും ഒക്കെയുള്ള എല്ലാവർക്കും, ഒരുപാട് ഭക്തരുണ്ട്, ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട്, എല്ലാവർക്കും നീ ഒരു സദ്യ കൊടുക്കണം എന്ന് പറഞ്ഞു. സദ്യ എന്ത് സദ്യയാണ്? നമ്മുടെ സദ്യയല്ല, ചീടാദഹി. ചീടാദഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിലും അതേപോലെ തൈരും കലർത്തിയിട്ടുള്ള മിക്സ് ചെയ്തുകൊണ്ട് അത് പല രീതിയിലുണ്ടാക്കാം. ഉപ്പിട്ടും അല്ലെങ്കിൽ മധുരം ഇട്ടിട്ടും അതേപോലെ തന്നെ കുറുക്കിയ പാൽ ഉപയോഗിച്ചും പല കോമ്പിനേഷൻസിലും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ചീടാദഹി ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രഘുനാഥന് ഒരുപാട് സന്തോഷമായി. രഘുനാഥ് പറഞ്ഞു, ഓ
നിത്യാനന്ദ പ്രഭു അങ്ങ് പറയുന്നത് എന്തും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഉടനെ തന്നെ രഘുനാഥ് അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ സേവകർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ കുറെ കൊടുത്ത് പറയുന്നു, എത്രയോ കിലോ ചീട, അതായത് അവില് കൊണ്ടുവരാനും അത്രമാത്രം തൈരും അത്രമാത്രം പാലും, അത് സാധാരണ പാലല്ല, കുറുക്കിയ പാല്, പിന്നെ അതേപോലെ തന്നെ തേനും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു, നിർദ്ദേശം കൊടുത്തു. അതേപോലെ വലിയ വലിയ കുടങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞു. ഒരുപാട് കുടങ്ങൾ, ആയിരക്കണക്കിന് കുടങ്ങൾ, ആയിരക്കണക്കിന് കിലോ ഈ പറയുന്ന അവിലും സാധനങ്ങളും എല്ലാം വന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ചീടാദഹി പല കോമ്പിനേഷനിൽ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രഘുനാഥൻ്റെ ആ ഒരു സൂപ്പർവിഷനിൽ ഇതെല്ലാ ഭക്തർക്കും വിതരണം ചെയ്യുന്നു. ആ സമയത്ത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ആളുകൾക്ക് നിൽക്കാൻ സ്ഥലവും ഉണ്ടായിരുന്നില്ല, അത്രമാത്രം ആളുകൾ വരികയായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും അടുത്ത ഗ്രാമത്തിൽ നിന്നും അകലെയുള്ള ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് ഇവിടെ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് കേട്ട് വരുവാണ്. ചീടദഹി ഉത്സവം. അങ്ങനെ എല്ലാവർക്കും ഓരോ കുടങ്ങൾ, രണ്ട് കുടങ്ങൾ വെച്ച് കൊടുക്കുന്നു. നിൽക്കാൻ സ്ഥലമില്ല അവിടെ. ആ സമയത്ത് കുറേ പേര് വെള്ളത്തിനകത്ത് ഗംഗയിൽ മുട്ട് വരെ അല്ലെങ്കിൽ അരവരെ വെള്ളമായിട്ട്, അത്ര സ്ഥലമില്ല, കരയിൽ നിൽക്കാൻ സ്ഥലമില്ല, വെള്ളത്തിലിറങ്ങി നിൽക്കുവാണ് 2 കുടവും പിടിച്ചിട്ട് ചീടാദഹി. അങ്ങനെ അത്രമാത്രം ആളുകൾക്ക് എന്തു ചെയ്തു? നിത്യാനന്ദ പ്രഭു ശ്രീ ഗുരു അദ്ദേഹത്തിന് സേവനം കൊടുക്കുന്നു, വൈഷ്ണവ സേവ കൊടുക്കുന്നു. ആ വൈഷ്ണവ സേവനം മനസ്സോട് കൂടിയിട്ട്, പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി ചെയ്യുന്നു. അങ്ങനെ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹവും നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിനെ മനസ്സിൽ വിളിക്കുന്നു, ഓ മഹാപ്രഭു, അങ്ങില്ലാതെ എനിക്ക് എന്ത് ആഘോഷമാണുള്ളത്, വരൂ അപ്പോൾ മഹാപ്രഭു അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. ഇദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന് കാണാം. അവിടെ രാഘവ പണ്ഡിറ്റുണ്ട്. രാഘവ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുക്കാണ്. രാഘവ പണ്ഡിറ്റിൻ്റെ വീട് അവിടെയാണ്, അടുത്താണ്. അദ്ദേഹം ഉണ്ട് അവിടെ. അപ്പോൾ രാഘവ പണ്ഡിറ്റ് നിത്യാനന്ദ പ്രഭുവിനെ ക്ഷണിക്കാൻ വരുവാണ്. നിത്യാനന്ദ പ്രഭു ആ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിത്യാനന്ദ പ്രഭുവിനെയും അദ്ദേഹത്തിൻ്റെ പാർശ്വതരെയൊക്കെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ, പ്രസാദം കഴിക്കാൻ വിളിക്കാൻ വരുന്നു. ആ സമയത്താണ് ഇവിടെ ചീടദഹി ഉത്സവം നടക്കുന്നത്. അപ്പോൾ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഓക്കെ ഞാൻ വരാം, പക്ഷെ ഇപ്പോൾ ഞാൻ രഘുനാഥൻ്റെ ഈ ഉത്സവം, രഘുനാഥൻ്റെ ട്രീറ്റ് ഞാൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം വൈകുന്നേരം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് രാഘവ പണ്ഡിറ്റിനോട് പറയുന്നു. അപ്പോൾ രാഘവ പണ്ഡിറ്റും ആ സമയത്ത് ഇവിടെ കൂടുന്നു. അങ്ങനെ രാഘവ പണ്ഡിറ്റ് കാണുന്നു, രഘുനാഥ് ദാസ് ഗോസ്വാമി കാണുന്നു, നിത്യാനന്ദ പ്രഭുവും കാണുന്നു. മഹാപ്രഭു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവും തോളിൽ കൈവച്ച് അവർ കീർത്തനത്തിൽ ഡാൻസ് കളിക്കുന്നു. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു ചീടാദഹി എടുത്ത് മഹാപ്രഭുവിൻ്റെ വായിൽ കൊടുക്കുന്നു. അപ്പോൾ മറ്റുള്ള ആളുകൾ കാണുമ്പോൾ നിത്യാനന്ദ പ്രഭു ചീടദഹി എടുക്കുന്നു, കാറ്റിലേക്ക് ഇടുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ മഹാപ്രഭു ഇത് കഴിക്കുന്നുണ്ട്. മഹാപ്രഭു കഴിക്കുന്നതായിട്ട് കണ്ടവരുണ്ട്. ഈ പറയുന്ന രാഘവ പണ്ഡിറ്റും ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ മഹാപ്രഭുവിന് അവരോട് സന്തോഷമായി, നിത്യാനന്ദ പ്രഭുവിന് അവരോട് സന്തോഷമായി. അതിനുശേഷം ഈ ഉത്സവം എല്ലാം കഴിഞ്ഞ് ആക്ച്വലി ഈ ഒരു ഉത്സവമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ചീടാദഹി ഉത്സവം ഇപ്പോഴും പാനിഹട്ടി ഗ്രാമത്തിൽ ഈ ചീടാദഹി ഉത്സവം ആഘോഷിച്ചു വരുന്നു. അത് മാത്രമല്ല എല്ലാ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ അമ്പലങ്ങളിലും ഇത് ആഘോഷിക്കുന്നു. ഈ ഒരു ദണ്ഡ രഘുനാഥദാസ് ഗോസ്വാമിക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷയാണ്, പക്ഷേ മധുരമായിട്ടുള്ള ശിക്ഷയാണ്. നിത്യാനന്ദ പ്രഭു പറഞ്ഞു, എല്ലാവർക്കും നീ പ്രസാദം കൊടുക്കണം, ഇതായിരുന്നു ശിക്ഷ. പക്ഷേ അത് ശിക്ഷ ഒരു ആഘോഷമായി മാറി. അങ്ങനെ നമ്മൾ ആഘോഷിച്ചു വരുന്നു. അതിനുശേഷം രാഘവ പണ്ഡിറ്റ് അന്ന് ഈ ചീടദഹി ഉത്സവത്തിന് ശേഷം വൈകുന്നേരം നിത്യാനന്ദ പ്രഭു രാഘവ പണ്ഡിറ്റിൻ്റെ വീട്ടിൽ പോകുന്നു. ആ സമയത്ത് രഘുനാഥും കൂടെ പോകുന്നു. രഘുനാഥദാസ് ഗോസ്വാമി രാഘവ പണ്ഡിറ്റിനോട് പറയുന്നു, അങ്ങ് എന്നെ സഹായിക്കണം, എങ്ങനെയെങ്കിലും നിത്യാനന്ദ പ്രഭുവിനോട് പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ രാഘവ പണ്ഡിറ്റ് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാനും റെക്കമെൻഡ് ചെയ്യാം നിനക്ക് വേണ്ടി, ഡോണ്ട് വറി. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിനോട് പറയുന്നു, രഘുനാഥ് പാവം നല്ല ഭക്തനാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് വേറൊരു ജീവിതവുമില്ല, അപ്പോൾ അങ്ങ് അനുഗ്രഹിക്കൂ. നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട രഘുനാഥ്, സമയം അടുത്തു, ഉടനെ തന്നെ നിനക്ക് മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് പോവാറായി
എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമായി രഘുനാഥൻ്റെ കയ്യിൽ കുറച്ചും കൂടി സ്വർണ്ണ നാണയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം രാഘവ പണ്ഡിറ്റിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാഘവ പണ്ഡിറ്റിനോട് പറഞ്ഞു, ഇവിടെ ഒരുപാട് നിത്യാനന്ദ പ്രഭുവിന് ഒരുപാട് ഭക്തരുണ്ട് കൂടെ, അതിൽ ഒരുപാട് പേര് വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവരാണ്, അവർക്ക് ദാനം കൊടുത്തോളൂ, ആർക്കൊക്കെ എന്ത് കൊടുക്കണം എന്നുള്ളത് അങ്ങ് തീരുമാനിച്ചോളൂ, ഓരോരുത്തർക്കുടെയും യോഗ്യത അനുസരിച്ച് അങ്ങ് ഇതെല്ലാം വിതരണം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം വൈഷ്ണവ സേവനത്തിന് വേണ്ടി ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി കൊടുത്തു. ഇതെല്ലാം കണ്ട് നിത്യാനന്ദ പ്രഭുവിന് ഒരുപാട് സന്തോഷമായി. നിത്യാനന്ദ പ്രഭു പറഞ്ഞു, രഘുനാഥ്, അധികം താമസിയാതെ തന്നെ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം നിന്നിൽ വരാൻ പോകുന്നു, നീ ധൈര്യമായിട്ട് തിരിച്ച് വീട്ടിൽ പൊക്കോളൂ, ഉടനെ തന്നെ നല്ല വാർത്തയും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് നിത്യാനന്ദ പ്രഭുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി, ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി, ഗുരുതത്വ അഖണ്ഡ ഗുരുതത്വമാണ് നിത്യാനന്ദ പ്രഭു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിൽ പോയി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു മാത്രമാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുറമെ, പക്ഷെ ഉള്ളിൽ മഹാപ്രഭു മാത്രം. അങ്ങനെ ഇരിക്കെ പതിയെ കുറച്ചു കാലം കൂടെ അങ്ങനെ പോയി. ആ സമയത്ത് ഒരു ദിവസം യദുനന്ദൻ ആചാര്യ വീട്ടിലേക്ക് വന്ന് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയോട് പറഞ്ഞു, രഘുനാഥനെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണം, നിനക്കറിയാലോ ഞാൻ പൂജ ചെയ്യുന്ന ഒരു അമ്പലമുണ്ട്, അവിടെ പൂജ ചെയ്യുന്നില്ല, നമ്മൾ ആരാധിക്കുന്ന ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു പൂജാരിയുണ്ട്, ആ പൂജാരി കുറച്ച് ദിവസമായിട്ട് വരുന്നില്ല, പൂജ മുടക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ പോയി ആ പൂജാരിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ മുസ്ലിം ചൗധരി, അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും അലിയിക്കാനുള്ള കഴിവുണ്ടായിരുന്നു രഘുനാഥന്. പിന്നെയാണ് ഒരു ബ്രാഹ്മണൻ്റെ, ഒരു പൂജാരിയുടെ മനസ്സ് അലിയിക്കാൻ യദുനന്ദൻ ആചാര്യക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് രഘുനാഥനെ വിളിച്ചു. പിന്നെ യദുനന്ദൻ ആചാര്യെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല രഘുനാഥന്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സും കൂടെ പോവില്ല. യദുനന്ദൻ ആചാര്യ പറഞ്ഞു, ആരും പേടിക്കണ്ട, എൻ്റെ കൂടെ വരുവാണ്, ഞാൻ തിരിച്ച് ഏൽപ്പിക്കാം, നാളെ കൊണ്ടുവരാം. ഇന്ന് ആ ബ്രാഹ്മണൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് മാറ്റിക്കണം, എങ്ങനെയും അദ്ദേഹം തിരിച്ച് പൂജയ്ക്ക് കയറണം, അതുകൊണ്ട് രഘുനാഥനെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ വീട്ടിലെ എല്ലാവരും യദുനന്ദൻ ആചാര്യ അവിടുത്തെ കുലഗുരുവാണ്, ഇപ്പോൾ കൊണ്ടുപോയിക്കോളം പറഞ്ഞു. അങ്ങനെ പോകുന്നു. അങ്ങനെ യദുനന്ദൻ ആചാര്യ രഘുനാഥനെ കൊണ്ട് പോകുന്നു. ആ സമയത്ത് രഘുനാഥ് ചിന്തിക്കുകയാണ്, നല്ല അവസരമാണ്, ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് പോവാം മഹാപ്രഭുവിൻ്റെ അടുത്ത്. ഇപ്പോൾ ഞാൻ ഇവിടെ ജഗന്നാഥപുരിയിലേക്ക് ഇപ്പോൾ പോവാം, നല്ലൊരു സുവർണ അവസരം എനിക്ക് ഭഗവാനായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ യദുനന്ദനാചാര്യോട് പറഞ്ഞു, ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി, അങ്ങ് പേടിക്കണ്ട, അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. അതിനുവേണ്ടി അങ്ങ് രാത്രി ഉറക്കമൊഴിച്ച് എൻ്റെ കൂടെ വരണമെന്ന ആവശ്യമില്ല, ഞാൻ പോയിട്ട് ആ പൂജാരിയുടെ മനസ്സ് മാറ്റുന്ന കാര്യം ഏറ്റു. അങ്ങ് സമാധാനമായിട്ട് വീട്ടിൽ പൊക്കോളൂ, ഉറങ്ങിക്കോളൂ, നാളെ ആ പൂജാരി അവിടെ പൂജയ്ക്ക് എത്തിയിരിക്കും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞു. യദുനന്ദനാചാര്യക്ക് 100% വിശ്വാസമാണ് രഘുനാഥനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ പോവാണ്, നീ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രഘുനാഥ്, അപ്പോൾ യദുനന്ദനാചാര്യ അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോന്നു. രഘുനാഥ് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം വയ്ക്കുന്നു. അങ്ങനെ അദ്ദേഹം ഓടുന്നു. 12 ദിവസം നിർത്താതെ അദ്ദേഹം ഓടുവാണ്. നേരിട്ടുള്ള വഴികളിലൂടെ ശരിയായിട്ടുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അറിയാം കാര്യം. ഇദ്ദേഹത്തെ കാണാതായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുതിരയിൽ ഹിരണ്യ മസൂന്ദാറും അതേപോലെ തന്നെ ഗോവർദ്ധൻ മസൂന്ദാറും ആൾക്കാരെ വിടും, സേവകരെ വിടും ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ശരിയായിട്ടുള്ള റൂട്ടിലൂടെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് കാട്ടിനകത്തൂടെ പോവാം, ആരും വരാത്ത സ്ഥലത്ത് കൂടെ. അങ്ങനെ രഘുനാഥ് കാട്ടിലൂടെ ഓടുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടാണ് ഓടുന്നത്? മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക്, ജഗന്നാഥപുരിയിലേക്ക്. 1000കണക്കിന് കിലോമീറ്റർ ഉണ്ട്. ഓടുന്നു, അദ്ദേഹം ഓടുവാണ്. ശാസ്ത്രം പറയുന്നു ഓടുന്നു, അദ്ദേഹം നടക്കുകയായിരുന്നില്ല. ഈ 12 ദിവസത്തിൽ 3 ദിവസമേ അദ്ദേഹം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കാട്ടിലൂടെ വളരെ ദുർഘടമായിട്ടുള്ള വഴിയിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ധൈര്യത്തോടു കൂടി. അദ്ദേഹത്തിന് വേറെ ഒന്നും ചിന്ത ഉണ്ടായിരുന്നില്ല. മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കണം എന്ന് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി പോകുമായിരുന്നു. അദ്ദേഹത്തിന് വേറെ ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല.
ആ 3 ദിവസം 12 ദിവസത്തിലെ 3 ദിവസമാണ്. അതിലും ഒരു നേരം അദ്ദേഹം കുറച്ചെന്തെങ്കിലും കഴിച്ചത്. അതും അദ്ദേഹം കാട്ടിലൂടെ പോകുമ്പോൾ കാട്ടിനുള്ളിലുള്ള ചെറിയ വീടുകളിൽ, അങ്ങനെയുള്ള വീടുകളുടെ മുമ്പിലെത്തുമ്പോൾ അവര് രഘുനാഥന്റെ അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ഭിക്ഷ കൊടുക്കുന്നു. അങ്ങനെ 3 ദിവസം അദ്ദേഹം കുറച്ച് എന്തോ കഴിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹം അവസാനം 12ാമത്തെ ദിവസം ജഗന്നാഥ്പുരിയിൽ എത്തുന്നു. ശില രഘുനാഥ് ദാസ് ഗോസ്വാമി. അന്ന് രഘുനാഥ് അവിടെ എത്തുമ്പോൾ മഹാപ്രഭു, സ്വരൂപ് ദാമോദർ പ്രഭുവും അതേപോലെ തന്നെ ഗോവിന്ദ, അങ്ങനെ മഹാപ്രഭു റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. രഘുനാഥ് ഓടി വരുന്നു അവിടെ. അപ്പോൾ വീടിൻ്റെ പുറത്തായി അദ്ദേഹം താമസിക്കുന്ന ഗംഭീരയുടെ പുറത്ത് നിൽക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഗോവിന്ദ പുറത്ത്, ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് മഹാപ്രഭു പറഞ്ഞു, ആരോ പറഞ്ഞു. അപ്പോൾ സ്വരൂപ് ദാമോദർ പ്രഭു പറഞ്ഞു, ഗോവിന്ദനോട് പറഞ്ഞു പോയി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോവിന്ദൻ പുറത്ത് വന്നപ്പോൾ മനസ്സിലായി രഘുനാഥാണെന്ന്. തിരിച്ചു വന്ന് മഹാപ്രഭുവിനോട് പറഞ്ഞു, രഘുനാഥ് വന്നിട്ടുണ്ട്. ഓ, മഹാപ്രഭുവിനത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. മഹാപ്രഭു അവിടെ നിന്ന് എഴുന്നേറ്റു, രഘുനാഥൻ്റെ അടുത്തേക്ക് ഓടി വന്നു, രഘുനാഥനെ ആലിംഗനം ചെയ്തു. രഘുനാഥൻ്റെ കണ്ണിൽ നിന്ന് അശ്രുധാര, ഗംഗാനദി പോലെ പ്രവാഹം ഒഴുകുകയായിരുന്നു. മഹാപ്രഭുവിൻ്റെ വക്ഷസ്ഥലം മുഴുവനും മഹാപ്രഭുവിൻ്റെ അശ്രുധാര, അതേപോലെ തന്നെ രഘുനാഥൻ്റെ അശ്രുധാരയിൽ വക്ഷസ്ഥലമെല്ലാം നനഞ്ഞു. മഹാപ്രഭുവിൻ്റെ സന്യാസ വേഷമെല്ലാം നനഞ്ഞു. രഘുനാഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് സാധിച്ചു. ഒരുപാട് ദിവസമായി ഞാനും നിന്നെ കാത്തിരിക്കുന്നു. നീ എന്നെ കാത്തിരിക്കുകയായിരുന്നു, എനിക്കറിയാം. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. രഘുനാഥനെ മഹാപ്രഭുവിനെ വലം കൈ രഘുനാഥൻ്റെ ഇടം കൈയിൽ പിടിച്ച് മഹാപ്രഭു നടത്തി ഉള്ളിലേക്ക് വീട്ടിനകത്തോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ വലം കൈയിലേക്ക് രഘുനാഥൻ്റെ കൈകൾ കൊടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ എല്ലാമാണ് സ്വരൂപ് ദാമോദർ. നമുക്കറിയാം സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും രാമാനന്ദ റായും, ഇവർ രണ്ടുപേരായിരുന്നു മഹാപ്രഭുവിൻ്റെ വലം കൈയും ഇടം കൈയും. മഹാപ്രഭു രാധാഭാവത്തിൽ, രാധാറാണിയുടെ ഭാവത്തിൽ, സ്വരൂപ് ദാമോദർ ഗോസ്വാമി ലളിതാ സഖിയാണ് കൃഷ്ണലീലയിൽ, രാമാനന്ദ റായും വിശാഖ സഖി. ഇപ്പോൾ ലളിത വിശാഖയായിരുന്നു മഹാപ്രഭുവിൻ്റെ കൂടെ, അതായത് രാധാറാണിയുടെ കൂടെ. ആ രാധാറാണി ആരെ ഏൽപ്പിക്കുന്നു? ലളിത സഖിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് രഘുനാഥനെ. അങ്ങനെ ബാക്കിയുള്ള വർഷങ്ങളെല്ലാം രഘുനാഥ് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ശിക്ഷണത്തിൽ. മഹാപ്രഭു പറഞ്ഞു, സ്വരൂപ് ദാമോദർ ഗോസ്വാമിയോട് പറഞ്ഞു, എല്ലാവിധ ശിക്ഷണവും എല്ലാവിധ ഉപദേശങ്ങളും എല്ലാം നിന്റെ സംരക്ഷണത്തിൽ ആയിരിക്കട്ടെ ഇനി മുതലുള്ള കാലം രഘുനാഥൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും എല്ലാം സ്വരൂപ് ദാമോദർ ഗോസ്വാമി രഘുനാഥന് കൊടുക്കുമായിരുന്നു. രഘുനാഥിൻ്റെ ശിക്ഷാഗുരുവായിരുന്നു സ്വരൂപ് ദാമോദർ ഗോസ്വാമി. ഒരുപാടുണ്ട് പറയാൻ, നമ്മുടെ കയ്യിൽ സമയമില്ല. 1 മണിക്കൂർ കൂടെ പറയാനുണ്ട്, സമയം നമുക്ക് അവസാനിച്ചു. പക്ഷേ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നു. രഘുനാഥദാസ് ഗോസ്വാമി മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മഹാപ്രഭു, അങ്ങ് എനിക്ക് നിർദ്ദേശം തന്നാലും അങ്ങ് പറയുന്ന പോലെ ഞാൻ ചെയ്യാം, എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. ആ സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുണ്ട്, എൻ്റെ വലങ്കയ്യാണ് സ്വരൂപ് ദാമോദർ ഗോസ്വാമി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നീ ഇവിടെ ഇനിയുള്ള കാലം ഇവിടെ ജീവിച്ചോളൂ. സ്വരൂപ് ദാമോദർ ഗോസ്വാമി ആണെങ്കിൽ നിരന്തരം മഹാപ്രഭുവിൻ്റെ കൂടെയുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ മഹാകാരുണ്യം കൊണ്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിക്കും അവസരം കിട്ടുവാണ് മഹാപ്രഭുവിൻ്റെ ഇൻറ്റിമേറ്റ് സർവീസിന് വേണ്ടിയിട്ട്. 16 വർഷത്തോളം മഹാപ്രഭുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. ഈ ഷഡ് ഗോസ്വാമിമാരിൽ ആർക്കും കിട്ടാത്ത അവസരമാണ് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി കിട്ടിയിട്ടുള്ളത്. 16 വർഷം മഹാപ്രഭുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം മഹാപ്രഭുവിനോട് ചോദിക്കുവന്ന് രഘുനാഥ് ഗോസ്വാമി, അങ്ങ് പറയൂ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം അങ്ങ് എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരൂ.
സ്വരൂപ് ദാമോദർ ഇല്ലേ, പിന്നെ നീ എന്തിനു പേടിക്കണം? നീ സ്വരൂപേര രഘു, രഘുനാഥനെ വിളിക്കുന്നത് സ്വരൂപേര രഘു, അതായത് സ്വരൂപ് ദാമോദറിന്റെ സ്വന്തം രഘു. അവർക്ക് അത്രയും ഇഷ്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. മഹാപ്രഭു അപ്പോൾ പറഞ്ഞു, എന്നാലും 2 നിർദ്ദേശങ്ങൾ ഞാൻ പറയുന്നു നിന്നോട്, എന്നാൽ ബാക്കി സ്വരൂപ ദാമോദർ ഗോസ്വാമി ഇതെങ്ങനെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരും. ഞാൻ ഈ നിർദ്ദേശങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് 2 ശ്ലോകങ്ങൾ അദ്ദേഹം പറയുന്നു. ഗ്രാമ്യവാർത്ത ന കഹിബേ, ഗ്രാമ്യവാർത്ത ന ശുനിബേ, ഭാല ന കായിബേ, ഭാല ന പാരിബേ. ഗ്രാമ്യവാർത്ത, പ്രജൽപ, ആവശ്യമില്ലാത്തത്, ഭഗവാനെ കുറിച്ചല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. പ്രജൽപ, ഭഗവാനെ കുറിച്ചല്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. ഗ്രാമ്യവാർത്ത. ഗ്രാമ്യവാർത്ത നമുക്ക് എന്താണെന്ന് അറിയാം. പൊളിറ്റിക്സ്, സിനിമ, ആവശ്യമില്ലാതെ ഗോസിപ്പ് ചെയ്യുക, ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. മഹാപ്രഭു പറഞ്ഞു രഘുനാഥ് ദാസ് ഗോസ്വാമിയോട്, ഗ്രാമ്യവാർത്ത ന ശുനിബേ, കേൾക്കാനേ പാടില്ല, ന കഹിബേ, പറയാനും പാടില്ല, ബലന ഖായിബേ ബലന പാരിബേ എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് വളരെ ലളിതമായിട്ടുള്ള പ്രസാദം കഴിച്ച് മുന്നോട്ട് പോവുക. കാര്യം ഭക്ഷണത്തോടൊരു ആക്രാന്തം വരരുത്. ഒരുപാട് രുചിയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അത് കഴിക്കണം, എനിക്കിത് കഴിക്കണം, ആ കാര്യമാണ് പറയുന്നത് മഹാപ്രഭു. പിന്നെ അതേപോലെ തന്നെ വേഷാലങ്കാരം, വളരെ സിമ്പിളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞു, ഉപദേശം കൊടുത്തു. കൂടെ പറഞ്ഞു, അമാനീന മാനദ കൃഷ്ണനാമ സദാലാഭേ, ഭജേ രാധാകൃഷ്ണ സേവ മാനസേ കരിബേ. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ നിർദ്ദേശം പറഞ്ഞതിന് 2ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, അമാനീന മാനദ, എല്ലാവരെയും ബഹുമാനിക്കൂ. നീ വിനയമൊന്നും, നീ ആരുടെയും റെസ്പെക്റ്റ് ആലോചിക്കേണ്ട കാര്യമില്ല, എല്ലാവരെയും നീ ബഹുമാനിക്കൂ. അമാനീന മാനദ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ശിഷ്ടാഷ്ടകത്തിലെ ശ്ലോകം പോലെ തന്നെ. അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അമാനീന മാനദ കൃഷ്ണനാമ സദാലാഭേ, സദാസമയം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ജപിക്കൂ. അപ്പോൾ ആരിൽ നിന്നും ബഹുമാനം സ്വീകരിക്കേണ്ട, അതായത് ആരിൽ നിന്നും ബഹുമാനം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ എല്ലാവരെയും ബഹുമാനിക്കൂ. 2ാമത് പറഞ്ഞു, ഹരികൃഷ്ണ മഹാമന്ത്രം സദാസമയം ചൊല്ലിക്കൊണ്ടിരിക്കൂ. വ്രജേ രാധാകൃഷ്ണ സേവ മാനസേ കരിവേ, അതേപോലെ തന്നെ മനസ്സിൽ എപ്പോഴും രാധാകൃഷ്ണന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കൂ, മാനസിക് സേവ ചെയ്യൂ. ഇതാണ് നിർദ്ദേശം കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇത് കൂടുതൽ വിശദീകരിച്ച് എങ്ങനെ ചെയ്യണമെന്ന് സ്വരൂപ് ദാമോദർ നിന്നോട് പറയും. സ്വരൂപ് ദാമോദറിനോട് പറഞ്ഞു, രഘുനാഥനെ നോക്കണം. പിന്നീട് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയൊരു മാറ്റം സംഭവിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് വിരക്ത ചൂടാമണിയായി മാറുന്നു അദ്ദേഹം. എല്ലാം ഉപേക്ഷിച്ച് വളരെ സിമ്പിളായി ലളിതമായിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുന്നു. അതിലോട്ട് പോകാൻ നമുക്ക് സമയമില്ല. അതിനുശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാപ്രഭുവിൻ്റെ ആ ഒരു തിരോഭാവം വരെ രഘുനാഥ് അവിടെ അവിടെയുണ്ടാവും, ജഗന്നാഥ്പുരിയിൽ. അതിനുശേഷം അദ്ദേഹം വൃന്ദാവനത്തിൽ പോകുന്നു. രൂപഗോസ്വാമിയുടെയും സനാതൻ ഗോസ്വാമിയുടെയും പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം രാധാകുണ്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അവരുടെ രൂപഗോസ്വാമിയുടെയും സനാതൻ ഗോസ്വാമിയുടെയും നിർദ്ദേശപ്രകാരം അദ്ദേഹം ശ്രീ ചൈതന്യ ലീല പറയുന്നു. രാധാകുണ്ടിൻ്റെ തട്ടിലിരുന്നു കൊണ്ട് അത് കേട്ടുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടി എന്നും ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വരുന്നു. അദ്ദേഹം ഇത് പുസ്തകത്തിലേക്ക് പകർക്കുന്നു. അതേപോലെ തന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ കയ്യിൽ ശ്രീ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ഡയറി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വരൂപ് ദാമോദർ ഗോസ്വാമിയെയും ശ്രീ രാമാനന്ദറായും പോലെ അത്രയും ക്ലോസ് ആയിട്ടുള്ള വേറെ ആരും ഉണ്ടായിരുന്നില്ല മഹാപ്രഭുവിൻ്റെ അന്തരംഗ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, സീക്രട്ട് ആയിട്ടുള്ള, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആ ഭാവമൊക്കെ അവർക്ക് 2 പേർക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. സ്വരൂപ് ദാമോദർ ഗോസ്വാമിയാണെങ്കിൽ ഓരോ അക്ഷരം വിടാതെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ആ ഡയറി സ്വരൂപ് ദാമോദർ ഗോസ്വാമി രഘുനാഥനെ ഗിഫ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ തിരോഭാവത്തിന് മുമ്പ്.
അപ്പോൾ സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ഡയറി ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ലീലകൾ, മഹാപ്രഭുവിൻ്റെ ലീലകൾ. കൂട്ടത്തിൽ ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി നേരിട്ട് മഹാപ്രഭുവിൻ്റെ ലീലകൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള ഹാരമുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം ചൈതന്യ ലീല എല്ലാ ദിവസവും 3 മണിക്കൂറോളം രാധാകുണ്ടിൻ്റെ തട്ടിലിരുന്ന് വൈഷ്ണവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള ചൈതന്യലീല പുസ്തകത്തിലേക്ക് പകർത്തുന്നു. ആ ചൈതന്യലീലയാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ചൈതന്യ ചരിതാമൃതമായിട്ട് മാറുന്നത്. സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ ചൈതന്യ ചരിതാമൃത की जय, श्रील कृष्णदास कविराज गोस्वामी की जय, श्रील रघुनाथ दास गोस्वामी की जय, श्री नित्यानंद प्रभु की जय, श्री चैतन्य महाप्रभु की जय, गौर भक्त वृंद की जय, पानीहट्टी महामहोत्सव की जय, चीड़ा दही महामहोत्सव की जय, हिताय गौर सीतानाथ प्रेमानंदे। जय जय श्री राधे श्याम, हिताय गौर हरि बोल। हरे कृष्णा। थैंक यू। हरे कृष्णा, हरि बोल। कृष्णा प्रभु, प्रणाम प्रभु जी। हरे कृष्णा प्रभु जी।